Hello guys, welcome to our channel The Review Reel. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുള്ളത് എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള ദേവദൂതൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫിലിം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ The Review Reel. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ്. ഞാൻ ദേവദൂതൻ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല തിയേറ്ററിൽ. അതായത് ഞാൻ ജനിച്ചതിനൊക്കെ ഒരുപാട് മുമ്പാണ് ദേവദൂതൻ റിലീസ് ആവുന്നത്. അപ്പോൾ റിലീസായി കഴിഞ്ഞ് എനിക്ക് തിയേറ്ററിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്ന ഒരു മൂവി ദേവദൂതനാണ്. ദേവദൂതൻ അതുപോലെ ഗുരു. അപ്പോൾ അത് ഉടനെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുരു, ദേവദൂതൻ, മനസ്സാഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എവർഗ്രീൻ ക്ലാസിക്കായിട്ട് നിൽക്കുന്നൊരു ഫിലിംസാണ്. സോ അതിലൊരു ഫിലിമായിട്ടുള്ള ദേവദൂതൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇത്രയും ദിവസം ഇറങ്ങി കാണാൻ പറ്റിയില്ല. ഇന്നാണ് ഒന്ന് കാണാൻ പറ്റിയത്. എനിവേ പടം കണ്ടിട്ട് റിയലി എൻ്റെ കിളി പോയിരിക്കുകയാണ്. അതായത് എന്താ പറയുന്നത്, മ്യൂസിക്കലി നോക്കിക്കഴിഞ്ഞാലും വിഷ്വലി നോക്കിയാലും ഒരു ട്രീറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സിബി മലയാളിൻ്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ വിദ്യാജിയുടെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പടം തുടങ്ങി അവസാനിക്കുന്നവരെയും ഗൈസ് പടം പുള്ളിയുടെ കയ്യിലാണ്. മ്യൂസിക് കൊണ്ടൊരു എന്താ പറയുന്ന മാജിക് സൃഷ്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫിലിം മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. ഞാൻ ആ മ്യൂസിക് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാ മ്യൂസിക് അല്ലേ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊരു മഹാനുഭാവനാണെങ്കിലും പൂവേ പൂവേ പാലപ്പൂവേ ആണെങ്കിലും ഏത് പാട്ടെടുത്താലും നമുക്ക് ഞാനൊരു എന്താ പറയുന്ന ഫ്ലൂട്ട് അത്യാവശ്യമൊക്കെ വായിക്കും. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പാട്ട്. സോ എന്താ പറയാ, മൂവി ഓൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു കഥയാണ്, ഒരു പ്രണയകഥയാണ്, ഒരു ഹൊറർ മൂവിയാണ്. എങ്ങനെ നോക്കിയാലും എല്ലാ ജനറും വരുന്നൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ഷൻ ഉണ്ട്, അതുപോലെ കോമഡി ഉണ്ട്. ജനാർദ്ദൻ ചേട്ടൻ്റെയൊക്കെ കുറേ സീൻസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ജഗത് ചേട്ടൻ്റെ സീൻസ് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ കാരണം എനിക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ജഗത് ചേട്ടൻ്റെ സീൻസ് എല്ലാം കട്ട് ചെയ്തത് എനിക്കെന്തോ ഒരു നെഗറ്റീവായിട്ട് തോന്നി. ബട്ട് അതർവൈസ് അത് ഒരിക്കലും പടത്തിനെ ബാധിച്ചിട്ടില്ല കേട്ടോ. പടത്തിന്റെ റിലീസിൽ ഒട്ടും ബാധിച്ചിട്ടില്ല. പക്ഷേ മാക്സിമം അവർ ഇട്ടിട്ടുണ്ട് മൂവിക്കകത്ത്. ഇപ്പോൾ റിലീസ് ചെയ്തപ്പോൾ മാക്സിമം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ചില സീൻസുകൾ, അതുപോലെ പാട്ടുകളിലെ ചില കട്ടിങ്സ്, അങ്ങനെയൊക്കെ കുറച്ച് മാത്രമേ കട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ പൂവേ പൂവേ പാലപ്പൂവേ എന്നൊക്കെ പറഞ്ഞ സോങ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ ആട്ടോ. ഞാൻ എന്താ പറയുക, സ്പോട്ടിഫൈയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മുമ്പോട്ട് കേൾക്കുന്ന പാട്ടുകളുടെ കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് പൂവേ പൂവേ പാലപ്പൂവേ. അതുപോലെ തന്നെ എൻ ജീവന്, എന്താ പറയുക, നമ്മുടെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നൊരു പാട്ടാണ് എൻ ജീവന് എന്ന് പറഞ്ഞ പാട്ട്. ആ ഒരു പാട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു തിയേറ്ററിൽ കേട്ടപ്പോൾ എൻ്റെ ചില ഹമ്മിങ്സ് ഒക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മിഡിൽ സീറ്റ് തപ്പിപ്പോയത് ഭയങ്കര തമാശയാണ് ഗീസ്. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 3:30 ഷോ. ഞാൻ ഒരു 2 മണിക്ക് 2:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഫോണിൽ ബുക്കിംഗ് സമയം നോക്കിയപ്പോൾ 1 സീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് ചുറ്റിനുള്ള സീറ്റ് എല്ലാം ബുക്കായിട്ടുണ്ട്. ബാക്കിലോട്ടും ഒരു എല്ലാം ഫില്ലായി. ഫ്രണ്ടില് 6th റോ, അതായത് ഫ്രണ്ടിലത്തെ 6 സീറ്റ്, അത് കഴിഞ്ഞ് തൊട്ട് ബാക്കിൽ വരുന്ന 7ാമത്തെ റോയിലെ മിഡിൽ സീറ്റ് ഒരെണ്ണം കിടപ്പുണ്ട്. അത് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. അത് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ബുക്കായി കാണിച്ചു. അങ്ങനെ ബാക്കിലായിട്ട് എനിക്ക് എന്തോ ലക്കിന് കിട്ടിയതാണ് കേട്ടോ. അതിനകത്ത് 7th റോയുടെ ബാക്കിൽ ഞാൻ പറഞ്ഞ സീറ്റിന് തൊട്ട് ബാക്കിലത്തെ സീറ്റിലേക്ക് കിട്ടി. സോ മിഡിൽ റോയിൽ തന്നെ എനിക്ക് സീറ്റ് കിട്ടി എന്നുള്ള ഭയങ്കര ഹാപ്പിനെസ് അതിന്റെ. ബിക്കോസ് അതിന്റെ BGMs ആണെങ്കിലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലപോലെ പറ്റിയിട്ടുണ്ട്. ഒരു മിഡിൽ സീറ്റ് കിട്ടിയതുകൊണ്ട് ലൈക്ക് ഇപ്പോൾ അലീന ആ ഒരു BGM എൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് ബാക്ക്ഗ്രൗണ്ട്. അലീന എന്നുള്ള BGM, അതുപോലെ എന്തൊരു മഹാനുഭാവരുടെ ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം തിരിരി, അതൊക്കെ എപ്പോഴും എല്ലാവർക്കും ഒരു എന്താ പറയുന്ന ഫേവറേറ്റ് ആയി, ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഗോട്ട് എന്ന് പറയാൻ പറ്റുന്ന മ്യൂസീഷ്യൻ തന്നെയാണ് വിദ്യാജി എന്ന് നമുക്ക് ഈ ഒരു ഫിലിം കൊണ്ട് മനസ്സിലാക്കാം. സിബി മലയാൾ സാർ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഫിലിം, ഹാറ്റ്സ് ഓഫ് സാർ. കാരണം എന്താ പറയുന്നത്, പടം എടുക്കാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2000-ലാണ് തോന്നുന്നത് ഫിലിം റിലീസാണ്. 2000-ലാണ് ഫിലിം റിലീസാവുന്നത്. അപ്പോൾ 2000 കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഫാന്റസി മൂവി ചെയ്ത്
തീർക്കാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അന്ന് ഇതൊരു ഫ്ലോപ്പായി പോയതിൽ പലരും ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ഇത് ഫ്ലോപ്പ് ആവേണ്ട ഫിലിം ആയിരുന്നില്ല. ബിക്കോസ് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫിലിം വർക്കൗട്ട് ആയതെന്നുള്ളത് കൊണ്ടാണ് അന്ന് ഫ്ലോപ്പായി പോയത്. ബട്ട് ഇപ്പോൾ അത് വൻ വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2ാമത്തെ ആഴ്ചയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പടത്തിന്റെ ലെവൽ നമുക്ക് അപ്പം പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം മുമ്പ് റിലീസ് ചെയ്തൊരു പടം റിലീസ് ചെയ്തിട്ട് അത് കളക്ഷൻ നേടാൻ തന്നെ ഇപ്പോൾ വെറും ഒരാഴ്ച കൊണ്ട് 2 കോടി കഴിഞ്ഞു. 2 കോടിയിൽ ഓവറായി. ഇപ്പോൾ 2 കോടി കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുകയാണ് ദേവദൂതൻ. എല്ലാവരും ബട്ട് എനിക്കിപ്പോഴും പറയാനുള്ള കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും പോയി ദേവദൂതൻ തിയേറ്ററിൽ കാണുക. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു പടം തന്നെയാണ്. ഇറ്റ്സ് റിയലി awesome ആൻഡ് മ്യൂസിക്കലി എ മാജിക്. മ്യൂസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു മാജിക് തന്നെയാണ് പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്വൽ ട്രീറ്റ് ആണെങ്കിൽ വിഷ്വൽ ട്രീറ്റ് എങ്ങനെ നോക്കിയാലും, അതുപോലെ തന്നെ നമ്മൾ വിട്ടുപിരിഞ്ഞ് നോക്കിയാൽ നമ്മുടെ മുരളിച്ചേട്ടനാണെങ്കിലും അതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. മുരളിച്ചേട്ടനെയൊക്കെ അതുപോലെ തന്നെ സൗണ്ട് മിക്സറിന്റെ പേര് ഞാൻ മറന്നു. ബട്ട് അദ്ദേഹമായിരുന്നു ഈ പടത്തിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. അത് ഓരോ സീൻസിൽ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് എഫക്ട്സ് എല്ലാം റിയലി എന്താ പറയുന്നത്, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. പുള്ളി മരണപ്പെട്ടു പോയി എന്നുള്ളത് ഞാൻ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതി കാണിക്കുമ്പോൾ കണ്ടായിരുന്നു. എനിവേ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാം, എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. എനിവേ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ, പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, മസ്റ്റ് വാച്ചിങ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.